ഈ അടുത്ത കാലത്ത് ഒരു സിനിമ സംവിധായകൻ അദ്ദേഹത്തിന് ADHD ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ളത് നമ്മളിൽ പലരും ശ്രദ്ധിച്ചത്. ഇത് ഒരു കുട്ടിക്ക് കുട്ടിക്കാലത്ത് വരുന്ന പ്രശ്നമാണ്. ആ കുട്ടിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കൂടുതലായ ശാരീരികമായ ആക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. പഠനത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലോ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരുന്നു. ഇത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്നതോടുകൂടി പഠന നിലവാരം കുറയുകയും അവർക്ക് പഠിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അവരുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹികമായ ബന്ധങ്ങളിലും എല്ലാം ഈ ഒരു ADHD സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ അവർക്ക് സാമൂഹികമായ ഇടപെടാൻ സാധിക്കാത്ത, പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ എന്നുള്ള ലേബലും ചുമന്ന് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. ചെറുപ്പത്തിൽ തന്നെ ADHD മനസ്സിലാക്കുകയും അതിനുവേണ്ട ചികിത്സ, യഥാർത്ഥമായ ചികിത്സ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ നല്ല നിലവാരത്തിൽ പഠിക്കാനും സാമൂഹികമായ നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ADHD പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ ഈ ADHD മുതിർന്ന അവസ്ഥയിലേക്ക് കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട്. മുതിർന്നവർക്ക് ADHD ബാധിക്കുമ്പോൾ അവർക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലേക്ക്, തൻ്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക്, കുടുംബ കാര്യങ്ങളിലേക്ക് ഒക്കെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ അവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആയി മാറാറുണ്ട്. അവരുടെ വികാര പ്രകടനം അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ തന്നെ അവർക്ക് ഇമ്പൾസീവായ അല്ലെങ്കിൽ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രവണത കൂടുതലായി കണ്ടുവരാറുണ്ട്. ഒരു നല്ല തീരുമാനമെടുക്കുവാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താനുള്ള ബുദ്ധിമുട്ടും എല്ലാം അവർ അനുഭവിക്കാറുണ്ട്. അവർക്ക് അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരികയും ചാടിക്കയറി എന്ത് കാര്യത്തിനും റിയാക്ട് ചെയ്യുന്നവരും ആയി അവർ മാറാറുണ്ട്. ഇത്തരത്തിൽ കുട്ടിക്കാലത്ത് ADHD മനസ്സിലാക്കി ചികിത്സിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അഡൾട്ടായി അല്ലെങ്കിൽ മുതിർന്നവരായാൽ പോലും അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ തേടുകയും അതിന് കൃത്യമായ ചികിത്സ നേടി ഇതിൽ നിന്നും പുറത്തു കടക്കുകയും ചെയ്യണം. ADHD എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി നമ്മുടെ ജീവിതം പരിപൂർണമായ നോർമൽ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ADHDയെ കണ്ട് പിന്തിരിഞ്ഞോടാതെ അതിനുവേണ്ട കൃത്യമായ ചികിത്സകൾ എടുത്ത് മുന്നോട്ട് പോവുക.